2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രമേയത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ആംഗിളിൽ നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോവുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 3, 4, 5 വാക്യങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവകൾ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമ്മൾ ഈ തിരുവെടുത്തുകളുടെ മുമ്പിലേക്ക് വരികയാണ്. കൊരിന്തെന്ന പ്രൗഢഗംഭീര നഗരം തത്വജ്ഞാനം കൊണ്ടും വ്യത്യസ്ത ആശയ സമൂഹങ്ങൾ ഒരുമിച്ച് ചേരുന്ന നഗരമാണ് കൊരിന്ത് പട്ടണമെന്ന് പറയുന്നത്. കൊരിന്ത് പട്ടണം താത്വിക ജ്ഞാനം കൊണ്ട് പ്രസിദ്ധമാണ്, സൈദ്ധാന്തിക അറിവുകൾ കൊണ്ട് പ്രസിദ്ധമാണ്, തുറമുഖ നഗരമാണ്, ഒത്തിരി വാണിജ്യങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. എന്നാൽ അവിടെയുള്ള വിഗ്രഹ ആരാധനകൾ കൊണ്ടും ധാർമ്മിക പ്രവർത്തനങ്ങൾ കൊണ്ടും കുപ്രസിദ്ധി നേടിയൊരു പട്ടണമാണ് ഈ കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത്. ഈ പട്ടണത്തിൻ്റെ നടുവിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച് 2ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് അവിടേക്ക് വരികയും താൻ ഏറ്റവും അവസാനം വന്ന ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം. ഫിലിപ്പിയ, തെസ്സലോനിക്ക, ബെരോവ, അഥേന, കൊരിന്ത്. അങ്ങനെ കൊരിന്തിൽ പൗലോസ് എത്തി നിൽക്കുമ്പോൾ മാനുഷികമായിട്ട് ഒരു മനുഷ്യൻ നിരാശനാകണമെങ്കിൽ അതിന് എല്ലാ സാധ്യതയും പൗലോസിന് കൊരിന്തിൽ വരുമ്പോഴുണ്ട്. കാരണം മാനുഷിക കണ്ണുകളിൽ നോക്കിയാൽ ഈ യാത്രയിൽ എവിടെയും പൗലോസ് ദീർഘസമയങ്ങൾ നിന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫിലിപ്പയിൽ അത്ഭുതങ്ങൾ നടന്നു, വേഗത്തിൽ ഓടിപ്പോകേണ്ടി വന്നു. തെസ്സലോനിക്കയിൽ നിന്നും 3 ആഴ്ചയ്ക്ക് ശേഷം ഓടിപ്പോകേണ്ടി വന്നു. ബെരോവയിൽ നിന്നും വേഗത്തിൽ ഓടിപ്പോകേണ്ടി വന്നു. അഥേനയിൽ പ്രൗഢഗംഭീരമായ വൈജ്ഞാനിക സമൂഹത്തെ, എപ്പിക്യൂര്യരും സ്റ്റോയിക്കരും തുടങ്ങിയ വൈജ്ഞാനിക സമൂഹത്തെ അഡ്രസ്സ് ചെയ്ത പൗലോസിൻ്റെ ഒരു പ്രസംഗം പൂർത്തീകരിക്കാൻ പോലും കഴിയാതെ പകുതി വഴിക്ക് ഓടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് എൻ്റെ കോള്, ഈ പറഞ്ഞു വിട്ടതിൻ്റെ പിൻപിൽ ഇങ്ങനെ ഓടിപ്പോകുന്നതിനെ പറ്റി ഒരു ചോദ്യമുണ്ടെന്ന് ദൈവത്തിനറിയാം. കൊരിന്തിലെത്തിയപ്പം ഏറ്റവും കൃത്യമായിട്ട് സംഭവിച്ച ഒരു കാര്യം, അവിടെ എഴുതി വെക്കുന്ന ഒരു എൻകൗണ്ടർ സംഭവിച്ചു. അന്ന് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, പൗലോസെ നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, ഒരു മനുഷ്യനും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷം വരുത്തത്തില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വലിയ ജനമുണ്ട്. പൗലോസിനെ സംബന്ധിച്ച് മറ്റൊരാളും സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തൊരു മേഖലക്കകത്ത് മറ്റാരുമല്ല, ഒരു പ്രവാചകനല്ല, ഒരു മനുഷ്യനല്ല, സാക്ഷാൽ സ്വർഗം തന്നെ ദർശനത്തിൽ പൗലോസിനൊരു എൻകൗണ്ടർ നൽകിയിട്ട് പറയുന്നു, പൗലോസെ ഈ പട്ടണത്തിൽ വെല്ലുവിളിയില്ലെന്നല്ല പറഞ്ഞത്, പക്ഷെ നിനക്ക് മുമ്പിൽ നിന്ന് നിന്നെ ഈ ദൗത്യത്തിനകത്തുനിന്ന് ഓടിച്ചു കളയാൻ ഒരു സാഹചര്യത്തിനും കഴിയത്തില്ല. ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 18 നീണ്ട മാസങ്ങൾ നിന്ന് കൊരിന്തെന്ന പ്രാകൃത പട്ടണത്തിനകത്ത് പൗലോസ് വിളംബരം ചെയ്ത ദൈവത്തിൻ്റെ വചനം ആ പട്ടണത്തെ ഇളക്കി മറിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതേ അധികാരം ഇന്നും പട്ടണങ്ങളുടെ മേലും നിയോഗങ്ങളുടെ മേലും ദൈവത്തിന് പകരാൻ കഴിയുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ, നിയോഗത്തോടെ പട്ടണങ്ങളിൽ, നിയോഗത്തോടെ ദേശങ്ങളിൽ, നിയോഗത്തോടെ രാജ്യങ്ങളിൽ ആത്മാവിൽ കാലുകുത്തുന്ന ജനം, അവർ ദൈവിക എൻകൗണ്ടറുകൾ പ്രാപിക്കുമ്പോൾ ഒരു മനുഷ്യനും അതിനെ എതിർക്കാൻ കഴിയത്തില്ലെന്ന് അനുഭവിച്ചിട്ടുള്ളവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, ഈ രാത്രി ദൈവം തരുന്ന നിയോഗത്തെ ചലഞ്ച് ചെയ്യാൻ ലോകത്തിലേക്ക് ഒരു പവറിനും കഴിയത്തില്ല. അവിടെ അനുഗ്രഹിക്കപ്പെട്ടു, സഭ സ്ഥാപിക്കപ്പെട്ടു. പക്ഷെ കുഴപ്പം, പൗലോസ് വചനം പഠിപ്പിച്ചു, അവിടെ നിന്ന് കടന്നുപോയി. പിന്നീട് സംഭവിച്ചത് ആന്തരിക ചിത്രതകൾ ആ സഭയ്ക്കകത്ത് സംഭവിച്ചു. ഞാൻ പൗലോസിൻ്റെ എഴുത്തുകൾക്കകത്തൂടെ മനസ്സിലാകാം, പുറത്തു നിന്നുള്ള ഒരു വെല്ലുവിളിയും, കൊരിന്ത് തെളിവ്, എഫെസോസ് തെളിവ്, പുറത്തു നിന്നുള്ള ഒരു വെല്ലുവിളിയും സഭയെ തകർക്കത്തില്ല. പുറത്തു നിന്നുള്ള ഒരു വെല്ലുവിളിയും തകർക്കത്തില്ല. അത് സംഘടനകൾ ഒരുക്കുന്നതാണെങ്കിലും, അത് രാഷ്ട്രീയം ഒരുക്കുന്നതാണെങ്കിലും, അത് മതം ഒരുക്കുന്നതാണെങ്കിലും, ഇതൊന്നും സഭയെ തൊടത്തില്ല. കാരണം സഭ
സഭയുടെ നാഥൻ എന്ന് പറയുന്നത് സംഘടനയുടെ നേതാവല്ല. സഭയുടെ നാഥൻ അഖിലാണ്ടങ്ങളുടെ സൃഷ്ടാവാണ്. സഭയുടെ നേതാവെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞത് സഭയുടെ നാഥനാണെങ്കിൽ പുറത്തു നിന്ന് ഉയർന്നു വരുന്ന ഒരു വെല്ലുവിളിക്കും കീഴടക്കാൻ കഴിയത്തില്ല. കാരണം ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഗ്ലോറിയുണ്ട്. സഭകൾ എപ്പോഴൊക്കെ വെല്ലുവിളി നേരിട്ടോ ആന്തരിക വെല്ലുവിളിയാണ്. ആന്തരിക വെല്ലുവിളിയാ. ഇതിനകത്ത് സംഭവിച്ചിട്ട് 4 ഗ്രൂപ്പ് സഭയ്ക്കകത്ത് പൗലോസിൻ്റെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം ഗ്രൂപ്പുകൾ അതിനകത്ത് രൂപപ്പെട്ടു. തീർന്നില്ല, മ്ലേച്ഛതകൾ അതിനകത്ത് സംഭവിക്കുന്നു. അതുമാത്രമല്ല, ജനം കോടതിയുടെ പുറകിന് പോകുന്നു. അവിടെ വിഗ്രഹാർപ്പിതത്തെ പറ്റിയുള്ള കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കുന്നു. കർത്താവിൻ്റെ മേശയെ വികലമായിട്ട് അവർ ഭക്ഷിക്കുന്നു. കൃപാവരത്തെ പറ്റിയുള്ള വലിയ തർക്കങ്ങൾ ഉടലെടുക്കുന്നു. അതുപോലെ തന്നെ പുനരുത്ഥാന സംബന്ധിയായ വിഷയങ്ങൾ വരുന്നു. ഇതിന് പൗലോസ് എഴുതുന്ന ലെറ്ററാണ് അതിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം എന്ന് പറയുന്നത്. എന്നാൽ 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പെയിൻഫുൾ ലെറ്റർ ഉണ്ട്. പൗലോസിനെ അവർ സ്വീകരിക്കാത്തത് കൊണ്ട് പൗലോസ് ആ വേദന മുഴുവൻ നിറഞ്ഞു പറഞ്ഞു, ഞാൻ വളരെ കയ്പോടും സങ്കടത്തോടും കൂടെ നിങ്ങൾക്കൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഒരു പെയിൻഫുൾ ലെറ്റർ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. എന്നാൽ അതിനുശേഷം പൗലോസുമായിട്ട് അവർ ഈ റെക്കൺസൈൽ ആയൊരു സമയത്ത് സന്തോഷത്തോടെ പൗലോസ് എഴുതുന്ന ഒരു ലെറ്ററാണ് ഈ 2 കൊരിന്ത്യർ ലേഖനം. എന്നാൽ അതിനകത്ത് തന്നെ പ്രത്യേകിച്ച് അതിൻ്റെ 10ാമത്തെ അധ്യായം മുതൽ 13ാമത്തെ അധ്യായം വരെ തീരുന്ന സമയം വരെ പൗലോസിന്റെ വാക്കുകൾ ഒരു അല്പം കൂടെ കടുക്കുകയാണ്. ഈ 10ാമത്തെ അധ്യായം മുതൽ അല്പം കൂടെ കടുത്തു വരുന്ന വേദശാസ്ത്രങ്ങൾ പല വിധത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കഠിനപ്പെട്ട വാക്കുകളിലൂടെ പൗലോസ് പിന്നെയും പോവുകയാണ്. കാരണം തനിക്ക് നേരെ, തൻ്റെ ശുശ്രൂഷകൾക്ക് നേരെ, തൻ്റെ വ്യക്തിത്വത്തിന് നേരെ ചിലർ ഉയർത്തിവിട്ട ചില ആരോപണങ്ങൾ, ഉയർത്തിവിട്ട ചില ചോദ്യങ്ങൾ പൗലോസിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ബാധിക്കത്തക്ക നിലയിൽ മനുഷ്യർ പടച്ചുവിട്ട ചില കാര്യങ്ങൾ, ഇതിനെയും കൂടെ ഇനി അടുത്ത 2ാമത്തെ ഭാഗം പൗലോസിന്റെ അപ്പോസ്തോലത്വത്തെ ചോദ്യം ചെയ്തു, പൗലോസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തു. ഇനിയും അടുത്തൊരു ഭാഗം പറയാം, പൗലോസിനെ ലിറ്ററലി ബോഡി ഷേമിങ് നടത്തിയവർ, കാരണം ആ ഭാഗം അങ്ങനെ തന്നെ ഉണ്ട്. പൗലോസിനെ ബോഡി ഷേമിങ് നടത്തിയ ഒരു പറ്റം ആൾക്കാരുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നടുവിലാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. കാരണം ഒരു കൂട്ടം പൗലോസിനെതിരെ നിന്ന് അവർ പൗലോസിനോട് പോരാടുന്നത് ജഡപ്രകാരമാണ്. അവർ പൗലോസിനെ വെല്ലുവിളിക്കുന്നത് ജഡപ്രകാരമാണ്. അവർ പൗലോസിനെ കളിയാക്കുന്നത് ജഡത്തിലാണ്. പക്ഷെ പൗലോസ് പറയുന്നു, നിങ്ങളോട് തിരിച്ചു പറയാൻ ജഡത്തിൽ എനിക്കൊരു മറുപടിയില്ല, നിങ്ങളോട് തിരിച്ചു പറയാൻ ജഡത്തിൽ എനിക്കൊരു ഉത്തരമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ചോദ്യത്തിനും നിങ്ങളുടെ പുറകിൽ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾക്കും എനിക്ക് പറയാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, മറിച്ചത് കോട്ടകളെ ഇടിച്ചു കളയുന്ന ശക്തിയുള്ള ആ ദൈവത്തിൻ്റെ ആയുധമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സകലത്തെയും അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും ആത്മാവിൽ തിരിച്ചറിയുന്ന ജനം ആ കോട്ടകളെ ഇടിച്ചു കളയുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അസാധാരണമായ ശക്തി ഈ രാത്രി ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ചില കോട്ടകൾ തകർന്നു മാറും. വിശ്വസിക്കുന്ന ജനം ഇന്ന് രാത്രി ഒരുമിച്ച് ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചില സങ്കല്പങ്ങളും കോട്ടകളും യേശുവിൻ നാമത്തിൽ തകരുന്ന. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, എന്നോട് നിങ്ങൾ ജഡത്തിൽ എൻകൗണ്ടർ ചെയ്താൽ നിങ്ങളോട് ജഡത്തിൽ ഞാൻ പ്രതികരിക്കത്തില്ല. അവിടെ തന്നെ പൗലോസ് എന്ന ശുശ്രൂഷകന്റെ നിലപാടാണ് വ്യക്തമാകുന്നത്. പൗലോസ് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യാം, ദേഷ്യം വരാതൊന്നും ഇരിക്കത്തില്ല. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഒന്നുകൂടെ ധൈര്യം കാണിക്കണമെന്ന് എന്ത് ചെയ്യുന്നു ഞാൻ ചിന്തിക്കുക. മനുഷ്യനല്ലേ. പൗലോസ് പറഞ്ഞു, കുറച്ച് ധൈര്യം കാണിക്കാൻ ഞാൻ പോവാ. മറ്റൊരു ഭാഗത്ത് പൗലോസിനോട് പറഞ്ഞു, പൗലോസ് അപ്പോസ്തലത്തെ ചോദ്യം പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ഇച്ചിരി പ്രശംസിക്കാൻ പോവാ. മനുഷ്യനല്ലേ. നമ്മളെത്ര മാനുഷികമായിട്ട് പൗലോസ്, പക്ഷേ തൊട്ടടുത്ത നിമിഷം പൗലോസ് പറഞ്ഞു, എനിക്ക് മാനുഷികമായി പ്രശംസിക്കാനൊന്നുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ. ഒരു സമയത്ത് നമ്മളെ ട്രിഗർ ചെയ്യുന്നതിൻ്റെ അറ്റം വരുമ്പം നമുക്കും തോന്നും, എന്നാൽ പിന്നെ എനിക്ക് ജഡത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. പക്ഷെ തൊട്ടടുത്ത നിമിഷം പരിശുദ്ധാത്മാവ് ഒരുവനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ അതിൻ്റെ റിയലൈസേഷനിലേക്ക് വന്നിട്ട് പറയും, ജഡത്തിൽ തെളിയിക്കേണ്ട ബാധ്യത എനിക്കില്ല,
ജഡത്തിൽ തെളിയിക്കേണ്ട ബാധ്യത എനിക്കില്ല. എനിക്ക് വേണ്ടി തെളിയിക്കുന്നതും എനിക്ക് വേണ്ടി ഉത്തരം പറയുന്നതും എനിക്ക് വേണ്ടി കാര്യം നിർവഹിക്കുന്നതും എന്നെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതും ഇവിടുത്തെ ഒരു മനുഷ്യനുമല്ല. ശുശ്രൂഷ തന്ന ആ സഭയുടെ നാഥൻ എന്നെ നിലനിർത്തുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ വിളി അനുഭവിച്ച ജനം ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, എന്റെ ദൈവം പൂർത്തീകരിക്കും. ഹല്ലേലൂയ. ഞാൻ ഒന്നാമത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, കോട്ടകളെ തകർക്കുന്ന ദൈവശക്തി. കാരണം നാം പോരാടുന്നത് മാനുഷിക രീതിയിലല്ല, നാം പോരാടുന്നത് ദൈവത്തിൻ്റെ രീതിയിലാണ്. നാം പോരാടുന്നത് എൻ്റെ രീതിയിലല്ല, ഞാൻ പോരാടുന്നത് ദൈവത്തിൻ്റെ രീതിയിലാണ്. പൗലോസ് ഇവിടെ പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ നടക്കുന്നവരാ. അതിൻ്റെ മൂലഭാഷയിലുള്ള അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടൊരു 3 അർത്ഥങ്ങൾ ഞാൻ ഇവിടെ കണ്ടു. ഒന്ന്, പൗലോസ് പറഞ്ഞാൽ നിങ്ങൾ ദിവസേന ജീവിക്കുക, ഞങ്ങൾ ജീവിതയാത്ര നടത്തുക. ഇത് ഞങ്ങളുടെ ജീവിത ശൈലിയാണ്. കാരണം ഞങ്ങൾ ഇവിടെ ജീവിക്കുമ്പം ഈ ഭൂമി ഞങ്ങൾ നടക്കുക ജഡത്തിലാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൂതന്മാരല്ല, ഞങ്ങൾ അമാനുഷിക മനുഷ്യരല്ല, ഞങ്ങൾ സൂപ്പർ നാച്ചുറൽ ഹ്യൂമൻ അല്ല, ഞങ്ങൾ സൂപ്പർ ഹീറോകളല്ല. ഞങ്ങൾക്ക് വിശക്കും, ഞങ്ങൾക്ക് ദേഷ്യം വരും, ഞങ്ങൾക്ക് ദാഹിക്കും, ഞങ്ങൾക്ക് വികാരങ്ങളുണ്ട്, ഞങ്ങളും നിരാശപ്പെടും, ഞങ്ങളും കരയും. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, മരിക്കുമെന്ന് ഒന്നാം യാത്രയിൽ എനിക്കുണ്ടായ അത് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് ഞാൻ ചിന്തിക്കുന്നു. മരിക്കുമെന്നുള്ളിൽ നിർണയിക്കേണ്ടി വന്നു. അപ്പം ജീവിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. അപ്പം എന്തു വന്നു? മാനുഷികമായിട്ട് വരും. എൻ്റെ കർത്താവിൻ്റെ പോലും ആ തികഞ്ഞ മനുഷ്യത്വത്തിനകത്ത് ഹൃദയം നൊന്ത് കലങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഇത് മുഴുവൻ സ്വാഭാവികമാണ്, ഇത് അസ്വാഭാവികമല്ല, സ്വാഭാവികമാണ്. ഇവിടെ എനിക്ക് നിരാശ വരാം, ഇവിടെ എനിക്ക് സങ്കടങ്ങൾ വരാം, ഇവിടെ എനിക്ക് ചോദ്യങ്ങൾ വരാം, ഇവിടെ ചിലപ്പോൾ ഞാൻ തള്ളിപ്പറയുന്ന ഘട്ടം എത്തി നിൽക്കേണ്ടി വരാം. പക്ഷേ അങ്ങനെ നടക്കുന്നവരാണെങ്കിലും തൊട്ടടുത്ത നിമിഷം ഒരു റിയലൈസേഷൻ, തൊട്ടടുത്ത നിമിഷം ഒരു തിരിച്ചുവരവ്, അല്ലെങ്കിൽ ഞാൻ പറയും അടുത്ത നിമിഷം ആ മാർവിൻ്റെ ചൂടിലോട്ട് അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പം എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും ഈ ഭൂമിയുടെ നിയന്ത്രണത്തിന് കീഴിലല്ല ഞാനുള്ളത്. കാരണം എൻ്റെ അകത്ത് വസിക്കുന്ന ഒന്നുണ്ട്, അത് അവിടുത്തെ ദിവ്യാത്മാവാണ്. ആ ദിവ്യാത്മാവിനാൽ ഞാൻ അനുഭവിക്കുന്ന ഇടപെടൽ കൊണ്ട് ആ മാർവിൻ്റെ ചൂട് ഞാൻ അനുഭവിക്കുമ്പോൾ എൻ്റെ എല്ലാ നിരാശകൾക്കും അപ്പുറത്ത് എൻ്റെ അകത്ത് കിട്ടുന്ന ഒരു പ്രത്യാശയുണ്ട്. അതിനാലാണ് ഞാൻ ഇതിനെ അതിജീവിക്കുന്നത്. അപ്പം മാനുഷികമായിട്ട് ഇതെല്ലാം സംഭവിക്കും. അപ്പം പൗലോസ് പറയുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരാ. പക്ഷെ അടുത്ത ഭാഗമാണ്, ജഡത്തിൽ ഞങ്ങൾ എന്തു ചെയ്യുന്നില്ല, പോരാടുന്നില്ല. പൗലോസിനോട് ഈ പറഞ്ഞവരോട് പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ബോഡി ഷെയിം ചെയ്യാൻ ഒരു കുഴപ്പമില്ല. കാരണം അവർ പറഞ്ഞ കാര്യം 2 കൊരിന്ത്യർ 10:10 അവൻ്റെ ലേഖനങ്ങൾ കനവും ഊറ്റവുമുള്ളവ തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും വാക്ക് നിന്യവും അത്ര എന്ന് ചിലർ പറയുന്നില്ല. ബോഡി ഷേമിംഗ് അല്ലേ നടത്തിയേ? അവർ പറയുക, പുള്ളി എഴുത്ത് ആഭാരമാണ്, പ്രസംഗിക്കുന്ന പ്രസംഗവും വലിയ കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ കാണാൻ വലിയ ഗ്ലാമറൊന്നും ഇല്ലെന്ന്, കാണാൻ വലിയ ഗ്ലാമറൊന്നും ഇല്ല, അല്ലെങ്കിൽ കാണാൻ വലിയ രസമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ലിറ്ററലി ബോഡി ഷെയിം ചെയ്താൽ അത് ഉള്ളി കൊള്ളാതിരിക്കുമോ? അല്ലെങ്കിൽ ദൂതനായിരിക്കണം, അല്ലെങ്കിൽ അമാനുഷിക മനുഷ്യനായിരിക്കണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ശുശ്രൂഷയുടെ ആരംഭകാലം ഒരു 10 വർഷം പുറകിൽ ഒരു ചർച്ചിൽ ഞാൻ ശുശ്രൂഷിക്കാൻ പോയി. ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായിരുന്നു. അതിനുശേഷം ഞാൻ ആഫ്റ്റർനൂൺ വിശ്രമിച്ചതിന് ശേഷം ഒരാൾ എൻ്റെ വന്ന് 2 കാര്യം പറഞ്ഞു. ഒരു കാര്യം ഞാൻ പോസിറ്റീവായിട്ട് തോന്നി, രണ്ടാമത്തെ കാര്യം എന്നെ മുറിവേൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, മോനെ എല്ലാം കൊള്ളാം, പക്ഷെ നിൻ്റെ ശബ്ദത്തിന് വലിയ ഗുമ്മില്ലെന്ന്. എല്ലാം കൊള്ളാം, നിൻ്റെ ശബ്ദത്തിന് വലിയ ഗുമ്മില്ലെന്ന് പറഞ്ഞു. എന്നെ അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. കാരണം അതുവരെ ഞാൻ വിചാരിച്ചത് ഒത്തിരി നല്ലതൊന്നും അല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ശബ്ദമാണ്. പക്ഷെ അന്നേരം തോന്നി, നിൻ്റെ ശബ്ദത്തിന് എന്തില്ല. ഞാൻ യൂട്യൂബിൽ ചെന്ന് തപ്പി ഈ ശബ്ദത്തിന് എങ്ങനെ ഗുമ്മ് വരാമെന്ന്. ഒരു 2-3 വോയിസ് പ്രാക്ടീസുകളൊക്കെ കിട്ടി. ഞാൻ ഒരു 2-3 ദിവസം ഇത് ചെയ്തു. പക്ഷെ 3-ാം ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, ഈ ശബ്ദം നിനക്ക് തന്നതും ഈ ശബ്ദത്താൽ നിന്നെ നിയോഗിച്ചതും ഞാനാണ്. ഈ ശബ്ദം നിനക്ക് തന്നതും ഈ ശബ്ദത്താൽ നിന്നെ നിയോഗിച്ചതും ഞാനാ. ഞാൻ പറഞ്ഞത്, എൻ്റെ ഉള്ളിൽ കയറിയ ആ വാക്ക് കൊണ്ടോണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അങ്ങനെ ഒരു ശ്രമം നടത്തിയത്. അത് കൊള്ളാതിരിക്കാൻ മാത്രം ഞാനൊരു ദൂതനല്ല. ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ എല്ലാവരുടെയും ടെസ്റ്റിമണിയാ.
ചില വാക്കുകൾ കാടാരക്കണക്കിന് ചങ്കി കയറിയിട്ടുണ്ട്. കാടാരക്കണക്കിന്. ഒരു മനുഷ്യൻ നമ്മളെ വെട്ടി മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ വലുതാണ് ചില വാക്കുകൾ കാടാരക്കണക്കിന് ഹൃദയത്തിനകത്ത് കയറുന്നത്. പൗലോസിന്റെ മുഖത്ത് നോക്കി അവനെ പറ്റി പറഞ്ഞ വാക്ക്, ലേഖനം കൊള്ളാം, പക്ഷെ വലിയ ശരീരസന്നിധിയൊന്നുമില്ല, ഗ്ലാമർ ഒന്നുമില്ല, അവൻ്റെ വാക്കുകൾക്ക് വലിയ കരുത്തൊന്നുമില്ല. പക്ഷെ പൗലോസ് അവിടെ മനസ്സിലാക്കുന്നു, എൻ്റെ ദേഹത്തിന് വലിയ സൗന്ദര്യമൊന്നും കാണത്തില്ല, എൻ്റെ വാക്കുകൾക്ക് വലിയ കനമൊന്നും കാണത്തില്ല. മനുഷ്യൻ നോക്കിയാൽ ഇംപ്രസീവായതൊന്നും എൻ്റെ മേലില്ല, പക്ഷെ എൻ്റെ മേൽ ഒന്നുണ്ട്. എൻ്റെ മേലൊന്നുണ്ട്. മനുഷ്യൻ ബലഹീനത നിരത്തി വെച്ച് 1, 2, 3 എന്ന് പറയുമ്പോൾ അതിനെ മുഴുവൻ ഓവർകം ചെയ്യുന്ന ഒന്ന് ദൈവം എൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. അത് അവിടുത്തെ ആത്യന്ത ശക്തിയാണ്. അവിടുത്തെ ആത്യന്ത ശക്തിയാണ്. അവിടുത്തെ ആത്യന്ത ശക്തിയാണ്. മനുഷ്യൻ എണ്ണി പറഞ്ഞ് നിന്റെ ചങ്കിന് മുറിവേൽപ്പിച്ച ചില വാക്കുകളെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതിനെ ക്യാൻസൽ ചെയ്തിട്ട് പറയുന്നു, അതിനപ്പുറത്തേക്ക് വ്യാപരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിനക്ക് അഡ്രസ് തരും. ഞാൻ പറയും, ലൈഫിനകത്തെ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റിമണി ചിലപ്പോൾ ലൈഫിനകത്തെ ഏറ്റവും വലിയ ബലഹീനതയാണ്. ആ ബലഹീനത മാറിയിരുന്നെങ്കിൽ നമ്മൾ പലരും ഇവിടെ ഇരിക്കത്തില്ല. പക്ഷെ ആ ബലഹീനതക്കകത്തൂടെ ദൈവം കടത്തി വിട്ട്, ആ കടത്തി വിട്ടതിൻ്റെ മീതെ ദൈവം ഒന്നുകൂടിട്ടു. അത് ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ഫലമാണ്. ബലഹീനത മാറുന്നതിനേക്കാൾ വലുതായിരുന്നു അവിടെ പകർന്ന ദൈവകൃപയുടെ അത്യന്ത വലിപ്പമെങ്കിൽ ഇന്ന് രാത്രി വാക്കുകൊണ്ട് മുറിവേറ്റവരോ സാഹചര്യങ്ങൾ കൊണ്ട് മുറിവേറ്റവരോ നിങ്ങളെ നോക്കി ഇന്ന് രാത്രി ഞാനൊരു പ്രവാചക ശബ്ദം കൈമാറുന്നു. അതിൻ്റെ മീതെ പകരുന്ന, അതിൻ്റെ മീതെ പകരുന്ന, അതിൻ്റെ മീതെ പകരുന്ന, ഓ ജീസസ്, ഹല്ലേലൂയ. ഇനിയും അടുത്തത് പൗലോസിന് ശുശ്രൂഷ വെല്ലുവിളിച്ചു, ബോഡി ഷേമിങ് നടത്തി. അത് കഴിഞ്ഞിട്ട് 2 കൊരിന്ത്യർ 10:2 നോക്കിയാൽ മതി. ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, വികാരം ശരിക്കും ഹട്ട് ചെയ്തു, ബോഡി ഷേമിങ് നടത്തി, ശുശ്രൂഷയെ ചോദ്യം ചെയ്തു. പൗലോസ് പറഞ്ഞു, ഏറ്റവും അധികം പൗലോസ് വില കൊടുക്കുന്ന ഒന്ന് ദൈവം കൊടുത്ത ശുശ്രൂഷയാണ്. ദൈവം കൊടുത്ത ശുശ്രൂഷയാ. അതുമാത്രം ലോകത്തിൽ ഒരാടെ മുമ്പിലും പൗലോസ് കോംപ്രമൈസ് ചെയ്യത്തില്ല. ലോകത്തിൽ ഒരാടെ മുമ്പിലും. കാരണം അത് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ അപ്പോസ്തോലത്വത്തെ പറ്റി പൗലോസ് പറയുന്ന ടെസ്റ്റിമണിയാ. ഇത് മനുഷ്യൻ റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടിയതല്ല, മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വന്നതല്ല, ഇത് വന്നത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യരെ നിന്ന് ലഭിച്ചതല്ല, മനുഷ്യനാൽ വന്നതല്ല, മനുഷ്യൻ പഠിപ്പിച്ചതല്ല, മനുഷ്യൻ ഉണർത്തിയതല്ല. ഈ അപ്പോസ്തോലിത്വവും ഈ അധികാരവും എനിക്ക് തന്ന സ്വർഗത്തിലെ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു മനുഷ്യരിൽ നിന്നല്ല വന്നത്, എനിക്ക് ലഭിച്ചൊരു ദൈവത്തിൽ നിന്നാണ്. ഞാൻ ഗലാത്യ ലേഖനത്തിൽ പോകുന്നില്ല, കാരണം ആ ഭാഗം പോയാൽ ഇന്ന് നമ്മുടെ സമയം അവിടെ തന്നെ പോകും. കാരണം പൗലോസ് ഏതാണ്ട് ഒരു 8 കൂട്ടം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. മനുഷ്യന് കടപ്പാടില്ലാത്ത 8 കൂട്ടം കാര്യങ്ങൾ. എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ കടപ്പാട് മനുഷ്യനല്ല, എൻ്റെ അധികാരത്തിൻ്റെ കടപ്പാട് മനുഷ്യനല്ല, മനുഷ്യൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല, മനുഷ്യനെ ഞാൻ പ്രാപിച്ചിട്ടില്ല. പൗലോസ് പറയുന്നു, ഇനി ലൈഫിൻ്റെ ഒരു ഘട്ടം പറയാം. അപ്പോസ്തലന്മാരെ മുഖപരിചയമാകേണ്ടതിന് ഞാൻ യെരൂശലേമിലേക്ക് ചെന്നു. പക്ഷെ ഒരു ഘട്ടം ദൈവം കൊടുത്തത് പറയാം, യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ മറ്റൊരുത്തനെയും കണ്ടില്ല എന്ന് പറഞ്ഞ ബന്ധം കൊതിച്ച കാലത്ത് ബന്ധങ്ങളെ ദൈവം വെട്ടിക്കളഞ്ഞു. ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച കാലത്ത്, സഹായത്തിനൊരു കൈ എനിക്ക് വേണ്ടി ഉയരുമെന്ന് വിചാരിച്ച കാലത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒറ്റക്കരങ്ങളും ഉയർന്നില്ല. പക്ഷെ അവിടെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ അവർ പറയും, ഞാൻ അവനെ കൂടെ നിർത്തിയതാണ്, ഞാൻ അവനെ ഉയർത്തിയതാണ്, ഞാൻ അവൻ്റെ ഭാവി മാറ്റിയതാണ്. പക്ഷെ സ്വർഗം പറയും, ഭാവി മാറ്റുന്നത് മനുഷ്യനല്ല, ഭാവി മാറ്റുന്നത് മനുഷ്യനല്ല, ജീവിതത്തിൻ്റെ വിധികളെ തിരിക്കുന്നത് മനുഷ്യനല്ല. സ്വർഗമാണ് വിളിച്ചതെങ്കിൽ ചരിത്രം തിരിക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന ഇത് രാത്രി ആത്മാവ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ചരിത്രം തിരിക്കുന്നത് മനുഷ്യനല്ല, ചരിത്രം തിരിക്കുന്നത് ദൈവമാണ്. ഞാൻ എല്ലായിടത്തും എവിടെ പ്രസംഗിക്കുമ്പോഴും എൻ്റെ പിതാവിനെയും മാതാവിനെയും പറയാതെ എനിക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ല. കാരണം കഴിഞ്ഞ 10 പതിറ്റാണ്ടായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് നിന്ന ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനാണ്.
10 വർഷത്തിന് ശേഷം ദൈവം എന്നെ അവർക്ക് ദാനമായിട്ട് നൽകിയതാ. വൈദ്യശാസ്ത്രത്തിൻ്റെ ആസ്തമനത്തിൻ്റെ അപ്പുറത്ത് എൻ്റെ അമ്മയ്ക്ക് ദൈവം കൊടുത്തൊരു ദർശനം. 3 പുരുഷന്മാർ എൻ്റെ അമ്മ എടുക്കൽ വന്നു. അതിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി എൻ്റെ മാതാവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു തലമുറയെ തരും, ഒരാൺ പൈതലിനെ തരും. അവനെ എനിക്ക് തന്നാൽ ഞാൻ അവനെ അത്ഭുതമാക്കി മാറ്റും. ആ ഒരു ദൈവിക നിയോഗത്തിന് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കണ്ണുനീരിന് അപ്പുറം ദൈവം അവർക്ക് കൊടുത്ത തലമുറയാണ്. എൻ്റെ ചെറുപ്പപ്രായം മുതലേ എൻ്റെ ചെവി കേട്ട വാർത്ത മുഴുവൻ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മോനെ നിൻ്റെ ജനനം സാധാരണമല്ല, നിൻ്റെ ജനനം ദൈവനിയോഗത്തിനകത്താണ്. നിരന്തരം 1 അല്ല 2 അല്ല, ചിലപ്പോഴൊക്കെ ഇത് എപ്പോഴും പറയുമ്പോൾ പറയും കാസറ്റ് ഇട്ടെന്ന് പറയും. കാരണം ആ സമയത്ത് അത്ര ബോധ്യമുള്ളായിരുന്നു. എന്നും പറയും, എപ്പോഴും പറയും. പക്ഷേ അത് എൻ്റെ അകത്ത് ഇട്ട വിത്തായിരുന്നു, എൻ്റെ അകത്തിട്ട വിത്തായിരുന്നു. വളർന്നു വന്ന കാലത്ത് എൻ്റെ പിതാവ് ശുശ്രൂഷകനാ, എൻ്റെ പിതാവിന് പല ബന്ധങ്ങളുണ്ട്. പക്ഷേ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാം, ഇന്നു വരെ എനിക്ക് വേണ്ടി ഒറ്റയാളുടെ മുമ്പിൽ എൻ്റെ പിതാവ് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒറ്റയാളുടെ മുമ്പിൽ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ചു, ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളെ പറ്റി അവർ ഒരു വാക്കൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് സഹായിച്ചെങ്കിൽ. അന്ന് കുറേ വർഷം, ഒരു 10-12 വർഷങ്ങൾക്ക് പുറകിൽ അന്ന് എൻ്റെ പിതാവ് പറഞ്ഞൊരു വാക്ക് എൻ്റെ ലൈഫിൻ്റെ ഇന്ന് വരെയുള്ള പ്രിൻസിപ്പാളാണ്. അദ്ദേഹം പറഞ്ഞു, സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കാൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറുപോലും എനിക്ക് വേണ്ട. അബ്രഹാം പറഞ്ഞ വാക്കുകളാണ്, ഒരു മനുഷ്യൻ നിനക്കൊരു കൈ വെട്ടി തന്നാൽ, ഒരു മനുഷ്യൻ നിനക്കൊരു വഴി വെട്ടി തന്നാൽ, മനുഷ്യൻ നിനക്കൊരു അവസരം തന്നാൽ, ആയുസ് മുഴുവൻ അത് പറഞ്ഞുയർത്തും. പക്ഷെ എല്ലാം പുറകിൽ മാറി നിന്നാലും ഒരു കാലം ദൈവം ഒരുക്കും, ഒരു സമയം ദൈവം ഒരുക്കും. കാട്ടിൽ കടന്നവനെ പിടിച്ചുകൊണ്ട് വന്ന് രാജസിംഹാസനത്തിൽ ഇരുത്തുന്നത് ദൈവത്തിന്റെ നീതിയുടെ പദ്ധതിയാണെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ജനത്തെ നോക്കി ആത്മാവിൽ അതൊരു പ്രവാചക ശബ്ദമായി പറയുന്നു, റിജക്റ്റഡായ, തിരസ്കരിക്കപ്പെട്ട സകല തലത്തിനകത്തു നിന്ന് പിടിച്ചു പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ മഹത്വത്തിന്റെ തലം പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, എത്ര തിരസ്കരിക്കപ്പെട്ടവനെയും വിളിച്ചെടുത്ത് കൊണ്ടുവരുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യം, ശുശ്രൂഷയെ കോംപ്രമൈസ് ചെയ്തിട്ട് ഒന്നും വേണ്ടെന്നും, ദൈവം നൽകിയ ശുശ്രൂഷ അധികാരത്തെ കോംപ്രമൈസ് ചെയ്തിട്ട് മറ്റൊന്നും വേണ്ട. അതിനകത്തു വരുന്ന നഷ്ടങ്ങൾ നാളെ ദൈവം ലാഭമാക്കിക്കോളും. ഒരു കാലത്ത് നഷ്ടം വരും, ഒരു കാലത്ത് ആൾക്കാർ മണ്ടനെന്ന് പറയും, ഒരു കാലക്കാർ മടയനെന്ന് പറയും, എടുത്ത തീരുമാനം തെറ്റെന്ന് പറയും. പക്ഷെ നാളെയുടെ നീളകളിൽ ലോകം നിങ്ങളെ നോക്കി നെഗറ്റീവ് പറഞ്ഞ ആ വാക്കാണ് ദൈവം നിങ്ങളുടെ മേൽ നീതിയുള്ള വാക്കാക്കി മാറ്റുന്നത്. അതിനർത്ഥം ലൈഫിനകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ വിളി അവൻ്റെ മേൽ വീണു, അവനെ അന്ത്യം വരെ നടത്തുന്നത് അവൻ്റെ മേൽ കിടക്കുന്ന ദൈവത്തിൻ്റെ വിളിയാണ്. ആ വിളിയുടെ ഉറപ്പ് അവനെ നടത്തുന്നേ. ഏത് തകർച്ചയുടെ നടുവിലും അവനെ നിർത്തുന്നത് ദൈവത്തിന് വിളിയാണ്. പൗലോസ് പറയുക, എന്നെ ബോഡി ഷെയിം ചെയ്തവരുണ്ട്, എൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തവരുണ്ട്. പക്ഷെ ഇതിൻ്റെ മുമ്പിൽ അവരോട് തിരിച്ചു പറയാൻ എനിക്കൊരു വാക്കില്ല, അവരോട് തിരിച്ചു പറയാൻ മാനുഷിക ഉത്തരങ്ങളില്ല, അവർക്കെതിരെ എൻ്റെ മുമ്പിൽ പറയാനൊരു ഊമക്കത്തില്ല, അവർക്കെഴുതേ എനിക്ക് മുമ്പിൽ എഴുതാനൊരു ഫേക്ക് പേജുമില്ല, അവർക്ക് മറുപടി പറയാൻ എനിക്ക് മാനുഷികമായ ഒറ്റ ആയുധങ്ങളുമില്ല. ഞാൻ അവരോട് മറുപടി പറയുന്നത് നേർക്കുനേരല്ല, ഞാൻ അവരോടല്ല, അവരുടെ പുറകിൽ വ്യാപരിക്കുന്ന സകല പൈശാചിക ആധിപത്യത്തോടും ഞാൻ പടപൊരുതുന്നത് എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത്, എൻ്റെ പ്രാർത്ഥന മുറിക്കകത്ത്. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിലുള്ള സംഘടനകളെ നിങ്ങളായിട്ട് നേരിടണ്ട, മറിച്ച് ആത്മശക്തിയാൽ അതിനെ എതിരിട്ടാൽ അസാധ്യമെന്ന് തോന്നിയത് ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുമെന്ന് വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് പറ, എൻ്റെ ദൈവം തുറക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം തുറക്കുന്ന ദൈവമാ, എൻ്റെ ദൈവം ഒരുക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഇനി അടുത്തത്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അടുത്തത് എന്താണ്? കോട്ടകളെ തകർപ്പാൻ. ഹല്ലേലൂയ. എന്താ ഈ കോട്ട എന്ന് പറയുന്നത്? എന്താ ഈ കോട്ട? ശരിക്കും അതിന് ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ മൂലപദത്തിൽ നിന്ന് ഒരു 4 അർത്ഥം ഞാൻ പറയാം. ഒന്ന്, ശക്തമായ പ്രതിരോധ കേന്ദ്രം, ഉറപ്പുള്ള മതില്, ആക്രമിക്കാൻ പ്രയാസമുള്ള ഒരു നഗരം, സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ കോട്ട എന്ന് എന്നാൽ ഒരു രീതിയിലും ആക്സസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ശക്തമായതിനെയാണ് ഈ കോട്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് റോമക്കാർ സാധാരണ നഗരങ്ങളെ പിടിച്ചടക്കാൻ പോകുമ്പം അവർ മതിലുകളെയല്ല ആക്രമിക്കുന്നത്, കോട്ടയെ ആക്രമിക്കുന്നത്. കാരണം മതിലുകളെ ആക്രമിച്ചിട്ട് കാര്യമില്ല, കോട്ട കീഴടക്കിയാൽ ആ രാജ്യം കീഴടക്കി.
എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ടോപ്പാണ് കോട്ട എന്ന് പറയുന്നത്. പൗലോസ് പറയുന്നു, ഞങ്ങൾ ഇടിക്കുന്നത് മതിലല്ല, ഞങ്ങൾ ഇടിക്കുന്നത് കോട്ടയാണ്. ഇനി ഒന്ന് ചോദിക്കട്ടെ, എങ്ങനെ ഈ കോട്ട വന്നത്? പൗലോസിൻ്റെ ആ ഒരു ആശയത്തിനകത്തൂടെ ഞാൻ പറയാം. ഇത് തുടങ്ങിയത് ചിന്തയിൽ നിന്നാ. ഈ ചിന്തയിൽ തുടങ്ങിയത് ഒരു സങ്കല്പമായിട്ട് പിന്നീട് മാറി. ഈ സങ്കല്പം പിന്നീട് ഒരു കോട്ടയായിട്ട് മാറി. ഈ കോട്ട പിന്നെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതായിട്ട് മാറി. ഒരു വാക്കിലാണ് എല്ലാം തുടങ്ങിയത്, ഒരു വാക്കിലാണ്, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിലാണ് എല്ലാം തുടങ്ങിയത്. ഒരു ഇൻസിഡൻറ്റ് തുടങ്ങി, അത് ലൈഫിനെ സ്വാധീനിക്കുന്നു. ചിലരെ സംബന്ധിച്ച് ഒരു വാക്ക് മതി അവരുടെ ലൈഫിനെ മുഴുവൻ പിടിച്ചു നിർത്താൻ. ചിലരെ നോക്കിയിട്ട് പറയും, നിർദോഷമായിട്ട് ഇപ്പോൾ ആരൊക്കെയോ പറഞ്ഞതാ നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന്. ഒരു വട്ടം കേട്ടപ്പോൾ സഹിച്ചു, പക്ഷെ പിന്നീട് ആരോ 1-2 പേര് പറഞ്ഞു, അത് മനസ്സിനകത്ത് എന്തായി മാറി, അവരങ്ങ് ഉറപ്പിച്ചു, ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, കഴിയത്തില്ലെന്ന്. ഇത് ക്രമേണ വർഷങ്ങൾ കഴിയുമ്പോൾ ആർക്കും ഇടിക്കാൻ കഴിയാത്തൊരു കോട്ടയായിട്ട് അവരുടെ അകത്ത് ഇങ്ങനെ അങ്ങ് ഉറയ്ക്കും. എന്ന് പറഞ്ഞാൽ മറ്റാർക്കും ഈ കോട്ടകൾ തുടങ്ങിയത് അവരുടെ ചിന്തകൾക്കകത്താണ്. ഞാൻ മനസ്സിലാക്കിയത് പൈശാചിക ആക്രമണങ്ങൾ ഏറ്റവും ശക്തമായ മേഖല നമ്മുടെ ചിന്തകളാണ്. തോട്ടുകളെയാണ് പിശാച് ഏറ്റവും അധികം ആക്രമിക്കുന്നത്. കാരണം എൻ്റെ തോട്ടിനകത്ത് ഞാൻ ഡൈവേർട്ടായാൽ, ചിലപ്പോഴത്തെ സമയത്തൊക്കെ വചനം ധ്യാനിക്കാനിരിക്കുന്ന സമയത്ത് അതുവരെ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻ ആ നിമിഷം വരും. പ്രത്യേകിച്ച് നല്ലൊരു മൂവായിട്ട് വരുമ്പം, അല്ലെങ്കിൽ വചനം നമ്മട്ടുള്ളിൽ പ്രകാശിച്ചു വരുമ്പം അതുവരെ ഇല്ലാത്തൊരു ചോദ്യം വരും. ഇതില്ലെങ്കിൽ അതുവരെ അടങ്ങി അതുവരെ നടന്ന കൊച്ച ഓടി വന്നിട്ടാണെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇറിറ്റേറ്റ് ചെയ്തിട്ട് പോകും. എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തയുടെ ഫ്ലോയെ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ, അതിൻ്റെ ആ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ ഒരു സാഹചര്യം അവിടെ ഒരുക്കപ്പെടുവാനിടയായി. ചിന്തയിൽ തുടങ്ങി വിചാരങ്ങളായി മാറി, ഉറപ്പുകളായി മാറി, അത് ആർക്കും പൊളിക്കാൻ കഴിയാത്ത പലതുമായി മാറി. എൻ്റെ പ്രിയരെ, അവിടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ജയം പ്രാപിക്കേണ്ടത്. എന്ന് പറഞ്ഞ ഒരിക്കലും ഇത് പൊളിയത്തില്ലെന്ന് പറഞ്ഞ് ചിന്തകളിൽ ഉറപ്പിച്ച ചില മേഖലകളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇടിച്ചു കളയണം. മനുഷ്യൻ പറഞ്ഞുറപ്പിച്ച വാക്ക് കാലങ്ങളായിട്ട് നിങ്ങളുടെ മുഴുവൻ സ്വാതന്ത്ര്യങ്ങളെയും തകർത്ത ഒരു കോട്ടയായത്. ഞാൻ ഈ ഭാഗം പറയുമ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നൊരു സംഭവമുണ്ട്. ഞാൻ UK ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്നർ ഹീലിംഗ് എന്നൊരു വിഷയമാണ് അന്ന് അവിടെ പ്രസംഗിച്ചത്. ഇതിനുശേഷം ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വന്നു. ഏതാണ്ട് 60 വയസ്സിനപ്പുറമുള്ളൊരു പിതാവുണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞൊരു ടെസ്റ്റിമണി. എൻ്റെ ലൈഫ് ഭയങ്കര ഐ ഓപ്പണിംഗ് ആയിരുന്നു. ആ മനുഷ്യനോട് പറഞ്ഞു, തനിക്ക് 60 വയസ്സിന് മുകളിലുണ്ട് പ്രായമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തൻ്റെ അപ്പനെ പറ്റിയുള്ള ഓർമ്മ ഒട്ടും നല്ലതല്ല. കാരണം മദ്യപാനിയായി ഭയങ്കര മർദ്ദിക്കുന്നൊരു പിതാവായിരുന്നു. ബാല്യകാലം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയങ്കര ട്രോമയാണ്. താൻ എന്നോട് പറഞ്ഞു, തനിക്ക് 2 മക്കളുണ്ട്, അവർ 2 പേരും UK. അവർക്ക് 4 കൊച്ചുമക്കളുണ്ട്. അവരുടെ അടുക്കല ഇപ്പം പാർക്കുന്നേ. പക്ഷെ ഇപ്പോഴും രാത്രികളിൽ അപ്പൻ്റെ ഓർമ്മ വരുമ്പോൾ ഞെട്ടി എഴുന്നേക്കും. എന്ന് പറഞ്ഞാൽ 8-ാമത്തെയോ 10-ാമത്തെയോ വയസ്സിൽ ഈ മനുഷ്യൻ്റെ അകത്ത് കയറിയ ഒരു ഭയമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഭയങ്കര കഴിവുണ്ടായിരുന്നു പാഷ എനിക്ക്, പക്ഷേ എൻ്റെ ലൈഫിനകത്ത് പലയിടത്തും ഞാൻ ഒതുങ്ങിപ്പോയി. എൻ്റെ അകത്ത് ഈ ഭയവും ട്രോമയുമെല്ലാം കിടന്ന് ഇപ്പോഴും അതിനകത്തുനിന്ന് മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പദം എന്നെ ചിന്തിപ്പിച്ചു. എനിക്ക് ബൈബിളിനകത്ത്, ശരിക്കും ബൈബിളിൻ്റെ കോർ മെസ്സേജ് അത്, ദൈവത്തെ അപ്പനെന്ന് പറയുമ്പം ആ മെസ്സേജ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയത്തില്ലെന്നും. ദൈവത്തെ അപ്പന്, കാരണം അപ്പൻ എന്ന ചിന്ത എൻ്റെ മനസ്സിൽ വരുത്തിയത് ദുരന്തങ്ങൾ മാത്രമാണ്. എൻ്റെ മനസ്സിൽ വരുത്തിയൊരു ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പനെന്ന മെസ്സേജ് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് രാത്രി അദ്ദേഹം എന്നോട് പറഞ്ഞൊരു പദമുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ കോട്ട ഇടിയുന്നതും ദൈവസ്നേഹം എൻ്റെ അകത്തേക്ക് ഒഴുകി വരുന്നതും ഞാൻ തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷം എന്നെ വിളിച്ചു. എൻ്റെ പാസ്റ്റർ, എൻ്റെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം തുടങ്ങിയത് എൻ്റെ 60-ാമത്തെ വയസ്സ് കഴിഞ്ഞിട്ടാണ്. എൻ്റെ ലൈഫിൻ്റെ ബെസ്റ്റ് ടൈം തുടങ്ങിയത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരായുസ് മുഴുവൻ തൻ്റെ അകത്തുയർന്ന ചില ട്രോമകൾ, അകത്തുയർന്ന ചില സങ്കടങ്ങൾ, അകത്തുയർന്ന ചില നിരാശകൾ, ഇതിൻ്റെ കോട്ട മുഴുവൻ പരിശുദ്ധാത്മാവ് ഇടിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ എന്തുകൊണ്ട് ഈ ദൂത് പറയുന്നത് അറിയുമോ? കാലങ്ങളായിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ പുറത്തു കൊണ്ടുവരാതെ, നിങ്ങളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാതെ, നിങ്ങളെന്ന വ്യക്തിയുടെ അകത്ത് ഒളിപ്പിച്ച് വെച്ച പൊട്ടൻഷ്യലുകൾ അതിൻ്റെ മഹത്വത്തിൽ പുറത്തു വരാതെ വണ്ണം ചില കോട്ടകൾ, അത് ചില വാക്കുകളാണ്, അത് ചില
ചില രോഗങ്ങളാകാം, അത് മനുഷ്യൻ പറഞ്ഞ ചില സാഹചര്യമാകാം, അത് ചില വൈകല്യങ്ങളാകാം, അല്ലെങ്കിൽ വന്ന ചില ആകസ്മിക ദുരന്തങ്ങളാകാം, ആകസ്മിക മരണങ്ങളാകാം. ഇതെല്ലാം വരുത്തിയ ട്രോമകൾ നിങ്ങളെന്ന വ്യക്തിയുടെ മുമ്പിൽ ഇനി ഒരിക്കലും ഇതിനകത്തുനിന്ന് പുറത്ത് കയറത്തില്ലെന്ന് പറയുന്നെങ്കിൽ അതിനെ നോക്കിയ ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ആ കോട്ടകളെ ഇടിച്ച് ദൈവം നിങ്ങളുടെ മേൽ വെച്ച് ആ ദൈവിക പദ്ധതിയെ വാരി പുണരാൻ ഈ രാത്രി സ്വർഗം പകരുന്ന ആത്മബലത്തെ ഏറ്റെടുക്കുന്നവർ ഇന്ന് രാത്രി ഇതിനകത്തുണ്ട്. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ആ കോട്ടകളെ തകർക്കാൻ പോവാ, ആ കോട്ടകളെ ബ്രേക്ക് ചെയ്യാൻ പോവാ. വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ആത്മാവിൽ ദൈവത്തിന്റെ മഹത്വം കൊടുത്തിട്ട് സകല വിചാരങ്ങളെയും മനുഷ്യന്റെ വാക്കുയർത്തിയ കോട്ടകൾ ഇന്ന് രാത്രി തകരുക. രോഗങ്ങൾ വരുത്തിയ കോട്ടകൾ തകരുക. ആകസ്മികമായ സാഹചര്യങ്ങൾ വരുത്തിയ കോട്ടകൾ ഹല്ലേലൂയ. പൗലോസിന്റെ ലൈഫിനകത്ത് ഇതുപോലെ ഉയർന്നൊരു കോട്ടയുണ്ട്. കാരണം പൗലോസിനെ ഞാൻ മനസ്സിലാക്കിയത്, ദൈവം നൽകുന്ന ആലോചനകളെ ഒറ്റയടിക്ക് തിരിച്ചറിയാൻ ശേഷിയുള്ള മനുഷ്യനാണ് പൗലോസ്. ദൈവം നോ എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല പൗലോസിന് മനസ്സിലാകുന്നേ, അന്നേരം മനസ്സിലാകും നോയാണ്. നീ അവിടോട്ട് പോകണ്ട, ആസിയൽ ശുശ്രൂഷ ചെയ്യണ്ട. പൗലോസിന് അന്നേരം മനസ്സിലായി ശുശ്രൂഷ ചെയ്യണ്ട, ഒരാഴ്ചയും കൂടി ഇരിക്കേണ്ട ആവശ്യം വന്നില്ല. അടുത്ത സമയത്ത് യേശുവിന്റെ ആത്മാവോ ഞങ്ങളെ വിലക്കി പോകുന്നില്ല, ആ നിമിഷം മനസ്സിലാകും. പൗലോസിന്റെ മാനസാന്തരത്തിനകത്ത് മുള്ളിനോട് ഉദയ്ക്കുന്നത് നിനക്ക് വിഹിതമല്ല. അന്നേരം മനസ്സിലായി, ഇനി ഉദച്ചിട്ട് കാര്യമില്ല, പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് ആ നിലയിൽ സെൻസ് ചെയ്യാൻ ശേഷിയുള്ള മനുഷ്യനാണ് പൗലോസ്. പക്ഷേ ആ പൗലോസ് പോലും തൻ്റെ ലൈഫിൻ്റെ ഒരു ഘട്ടത്തിനകത്ത് 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം, ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം, ഈ ശൂലം ഒന്ന് മാറ്റിത്തരണം. പക്ഷെ 3-ാം വട്ടം കർത്താവ് പറഞ്ഞു, 3-ാം വട്ടമല്ല ഞാൻ വിശ്വസിക്കുന്നത് 1-ാം വട്ടം തന്നെ ഉത്തരം കിട്ടിക്കാണും. പൗലോസിനോട് പറഞ്ഞാണ് പൗലോസ് നോയ. പക്ഷേ അകത്ത് കിടക്കുന്ന വിഷയം വലുതായതുകൊണ്ട് 2-മതും പ്രാർത്ഥിച്ചു നോ, 3-മതും പ്രാർത്ഥിച്ചു നോ. പക്ഷേ ആ നോ മാത്രമോടെ നിർത്തിയില്ല. അതിനപ്പുറത്ത് കർത്താവ് ഒന്ന് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പൗലോസിൻ്റെ വിഷയം ശൂലമാണ്. പക്ഷെ സ്വർഗം പറഞ്ഞത് ശൂലം മാറ്റാമെന്നല്ല, അതിനെ കവിയുന്ന ഒന്ന് ഞാൻ നിന്റെ മേൽ തരും, അത് എൻ്റെ കൃപയാണ്. പക്ഷെ എനിക്ക് അടുത്ത വാക്യം ഇഷ്ടം, തൊട്ടടുത്ത പദം എനിക്കിഷ്ടം. പൗലോസ് പറയുകയാണ്, ഈ കൃപ എൻ്റെ മേൽ വന്നപ്പോൾ, ഈ കൃപ എൻ്റെ മേൽ വ്യാപരിച്ചപ്പോൾ. ആ 9-ാമത്തെ വാക്യം 2 കൊരിന്ത്യർ 12:9 2-ാം ഭാഗം പറയുന്ന ഒരു പദമുണ്ട്, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. എനിക്ക് ആ പദം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിനകത്ത് ആവസിക്കുക എന്നതാണ്. പക്ഷേ എപ്പിസ്കീനോ എന്നൊരു ഗ്രീക്ക് പദം പറയുന്നത് കൂടാരമടിക്കുക, വസിക്കുക, മേൽ വന്ന് പാർക്കുക, വിശ്രമിക്കുക. ഇതാണ് അതിൻ്റെ മൂലഭാഷയുടെ അർത്ഥം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പൗലോസ് പറയുന്നത് ഈ ശൂലമകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. പക്ഷെ ദൈവം എന്തു പ്രോമിസ് ചെയ്തു? ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും പ്രോമിസ് ചെയ്തു. പൗലോസിന് മനസ്സിലായി, ഇത് വെറുതെ എൻ്റെ അടുക്കലോട്ട് വരികയല്ല, എൻ്റെ മുമ്പിൽ അത് നിൽക്കുകയല്ല, മറിച്ച് അത് എൻ്റെ മേൽ കൂടാരമടിക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി മുഴുവൻ ഇനി ആ കൃപയുടെ അകത്തേക്ക് വരിക. ഞാൻ എന്ന വ്യക്തി മുഴുവൻ ആ ശക്തിയുടെ അകത്തേക്ക് വരിക. ഞാൻ അതിജീവിക്കുന്നത് എൻ്റെ പവറിനകത്തല്ല, എന്നിൽ കൂടാരമടിക്കുന്ന, എന്നിൽ തികഞ്ഞിറങ്ങി വരുന്ന, എന്നിൽ നിറഞ്ഞിറങ്ങി വരുന്ന, എൻ്റെ മേൽ പാർക്കുന്ന ദൈവശക്തിയുടെ അകത്ത് വരുമെങ്കിൽ ഇന്ന് രാത്രി ചില ബലഹീനതകളെ അതിനെ കവിയുന്ന ദൈവശക്തി വ്യാപരിച്ച് നിങ്ങളുടെ മേൽ അത് ചിറക് വിടർത്തും. ഈ ദൈവശക്തി ചിറക് വിടർത്തിയാൽ എന്താ? അടുത്ത ഭാഗം പറയാം. നിങ്ങൾ ഇത് മുഴുവൻ കാര്യങ്ങളെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും. അതാണ് അതിൻ്റെ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത്. ഈ കോട്ടകളെ ഇടിക്കുമെന്ന് കേൾക്കുന്നതല്ല, ആ കോട്ടകളെ ഇടിച്ചടക്കി ക്രിസ്തുവിൻ്റെ അനുസരണത്തിനകത്ത് ഞാൻ പിടിച്ചടക്കുമ്പോഴാണ് ജയം എന്നിൽ പൂർണ്ണമാകുന്നത്. ഈ കോൺഫറൻസിനകത്ത് ഈ ദിവസങ്ങളിൽ സംഭവിക്കേണ്ട മാറ്റമെന്ന് പറയാം. ഈ കോട്ടകൾ തകരുമെന്ന് കേട്ടിട്ട് ഇന്ന് രാത്രി പോകരുത്. ആ കോട്ടകളെ ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് നിങ്ങൾ പിടിച്ചടക്കി ഈ റൂം വിട്ടു പോകുമ്പോൾ അതിൻ്റെ മേൽ നിങ്ങൾ ജയാളികളായിട്ട് വേണം.
അതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, അത് ദൈവത്തിന്റെ ആത്മാവിനല്ല. ഈ കാലങ്ങളിൽ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിന്മേൽ പിടിച്ചടക്കിയ സകല കോട്ടകളെയും നിങ്ങൾ പിടിച്ചടക്കുന്നത് സൈന്യത്തിന്റെ പവർ കൊണ്ടല്ല, ശക്തിയുടെ പവർ കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണെങ്കിൽ വിശ്വസിക്കുന്നവർ പല ചില കോട്ടകളെ യേശുവിൻ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി ഞാൻ പിടിച്ചടക്കും. ചില മേഖല പിടിച്ചടക്കാത്തിടത്തോളം കാലം പിന്തുടരും കേട്ടോ, പിടിച്ചടക്കാത്തിടത്തോളം കാലം പിന്തുടരും. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒരു ടെസ്റ്റിമണി പറയാം. എൻ്റെ ടെസ്റ്റിമണിക്ക് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. 6 വർഷങ്ങൾക്ക് പുറകിൽ 2020 എൻ്റെ വൈഫിന് രോഗം ബാധിച്ച ഒരു ടൈം, എനിക്ക് തോന്നുന്നു ഒരു 7ാമത്തെ കീമോ കഴിഞ്ഞൊരു ടൈമാണ്. ലിറ്ററലി തൻ്റെ ശരീരം മുഴുവൻ തളർന്ന് ഞങ്ങൾ കോരിയെടുത്ത് തന്നെ മുറിയിൽ കൊണ്ട് കിടത്തി. 2ാം ദിവസം ഞായറാഴ്ചയാണ്. ഞാൻ രാവിലെ ആരാധനയ്ക്ക് പോയി. ഞാൻ രാവിലെ പോയപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ പോയി. പക്ഷേ ശരീരത്തിൽ ബലഹീനതയുണ്ട്. തിരിച്ച് ഞാൻ വരുമ്പം ഞാൻ കണ്ട കാഴ്ച ഞാൻ പോയപ്പോൾ തന്നെ കണ്ടതുപോലെ അല്ല താനായിരിക്കുന്നത്. എൻ്റർലി ഇമോഷണലി ബാധിക്കപ്പെട്ട വല്ലാത്ത ഒരു വൈകാരിക തലക്കത്തിനകത്ത് താൻ നിൽക്കുക. തനിക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കുറേ മണിക്കൂറായിട്ട് താൻ കിടക്കുക മാത്രമാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, മറ്റൊരു വിധത്തിലും എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞ, അമ്മ എനിക്കൊട്ടും ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി തോട്ടുകൾ തൻ്റെ മനസ്സിനകത്തേക്ക് വരിക, ഒത്തിരി തോട്ടുകൾ, ഒത്തിരി ചിന്തകൾ തന്നെ ബാധിച്ചു കൊണ്ടിരിക്കുക. ആ ഒരു നിമിഷം ഞാൻ ഒന്ന് സ്ട്രക്കായി. ഞാൻ ആ കിടക്കുന്ന കട്ടിലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. വളരെ ഒരു കാഷ്വലായിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും തോന്നുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൈസ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ പോലും അറിയുന്നില്ല അവൾ അവിടെ കിടക്കുന്നു, ഞാൻ അതിൻ്റെ താഴെ ഇരിക്കുന്നു. ഈ പ്രൈസ് ചെയ്ത് തുടങ്ങിയത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിച്ച് അന്യഭാഷകൾ അവിടെ സംസാരിക്കാൻ തുടങ്ങി. ചില മിനിറ്റുകളിൽ ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആ അന്തരീക്ഷത്തിനകത്തൊരു ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കാണും, എഴുന്നേൽക്കാതെ കഴിഞ്ഞ രാത്രി മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന എൻ്റെ പ്രിയപ്പെട്ടവൾ എഴുന്നേറ്റിരുന്ന് ഞങ്ങൾ ഒന്നിച്ച് അന്യഭാഷ പറയാൻ തുടങ്ങി. അടുത്ത ഒരു 1/2 മണിക്കൂർ സമയത്തോളം ഞങ്ങൾ അവിടെ ഇരുന്ന് ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. അന്നഴിഞ്ഞതാണ് ആ കെട്ട്. അവളെ ഇമോഷണലി ബാധിച്ച് തൻ്റെ ലൈഫിൻ്റെ മേൽ വെല്ലുവിളിച്ച സകല പൈശാചിക ആധിപത്യങ്ങളെയും അന്ന് പകൽ സ്വർഗം അഴിച്ചു. ഞാൻ പറഞ്ഞത് ആരെങ്കിലും പറഞ്ഞ കെട്ടുകഥയല്ല. ഞാനിവിടെ പറഞ്ഞത് എൻ്റെ ലൈഫിനകത്ത്, ഞങ്ങളുടെ ലൈഫിനകത്ത് സ്വർഗം ചെയ്ത ദൈവത്തിൻ്റെ പദ്ധതിയാ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി അധികാരത്തോടെ പറയുന്നത്, മനസ്സിനകത്തും ചിന്തകൾക്കകത്തും പൈശാചിക മണ്ഡലങ്ങൾ ഒരുക്കി വെച്ച സകല തോട്ടുകളിട്ട സകല ചിന്തകളെയും ഇന്ന് രാത്രി അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ജനം പിടിച്ചടക്കുന്ന രാത്രിയായി മാറുക. അത് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ചില കോട്ടകൾ ഇവിടെ തകരട്ടെ. യേശുവിൻ നാമത്തിൽ ചില വിചാരങ്ങളെ പിടിച്ചടക്കുന്ന ആത്മാവിൽ ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്ത ഈ ഹോളിനകത്ത് ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരിക. ചില ചിന്തകളുടെ ജയമെടുക്കുന്ന ചലിക്കട്ടെ. ദൈവസാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്ന് സ്പർശിക്കുന്നുണ്ട്. ശരീരങ്ങൾ വിടുവിക്കപ്പെടുക, മനസ്സുകൾ വിടുവിക്കപ്പെടുക, ചില ചിന്തകൾ ഇന്ന് രാത്രി പിടിച്ചടക്കപ്പെടുക. പൈശാചിക മണ്ഡലങ്ങൾ പറഞ്ഞ ചില അവകാശവാദങ്ങളെ ആത്മാവിൽ ഇതിനകത്ത് ജയിച്ചു തുടങ്ങുക. നമ്മൾ പിടിച്ചടക്കും കേട്ടോ. യേശുവിൻ നാമത്തിൽ പിടിച്ചടക്കും. ആത്മാവിൽ ജയിച്ചേ. ഏറ്റവും വലിയ വെല്ലുവിളിയെ ജയിച്ചേ. നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തു വരട്ടെ. ദൈവമായിട്ട് വിളി പുറത്തു വരട്ടെ. ശക്തമായ ഒരു ആത്മപകർച്ച ഇന്ന് രാത്രി വെളിപ്പെടുക. ചിലരവരുടെ മങ്ങിക്കിടന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് രാത്രി ജ്വലിക്കുന്ന ജനം ഇന്ന് രാത്രി ആത്മാവിന്റെ സാന്നിധ്യത്തിൽ രാത്രി കൈമോശം വരരുത്. ആ ദൈവസാന്നിധ്യത്തെ അങ്ങനെ റിസീവ് ചെയ്തു. ചില കുടുംബങ്ങൾക്കകത്ത് ഇന്ന് രാത്രി കോട്ടകൾ പൊളിയുക. ചില ഡിപ്രഷൻ സ്പിരിറ്റുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി അഴിയുക. നിരാശയുടെ സ്പിരിറ്റുകൾ,
നിരാശയുടെ സ്പിരിറ്റുകൾ ആത്മാവിൽ ഇന്ന് രാത്രി ഞാനതിനെ യേശുവിൻ നാമത്തിൽ ജയിക്കുന്നു. ജയിക്കുന്നു. ഹോഷ്. നിരാശയുടെ സകല സ്പിരിറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിങ്ങളുടെ വിളി പകുതി പടിക്ക് തീരേണ്ടതല്ല. നിങ്ങളുടെ വിളി പകുതി പടിക്ക് അവസാനിക്കേണ്ടതല്ല. പൊരുതി കയറും നമ്മൾ. ദൈവത്തെ വിളിക്കകത്ത് നമ്മൾ നിൽക്കും. ഒരു രോഗത്തും അത് തടുക്കത്തില്ല. ഒരു പ്രതിസന്ധി അതിനെ തടുക്കത്തില്ല. എവിടെയും അവസാനിക്കത്തില്ല. വിളിച്ച ദൈവത്തിന്റെ പദ്ധതിക്ക് നമ്മൾ നിൽക്കും. സാധാന്യ മണ്ഡലങ്ങളെ തിരിച്ചു വെല്ലുവിളിക്ക. തിരിച്ചു വെല്ലുവിളിക്ക. ഞാൻ തേജസ് ഇതിനകത്ത് കാണുന്ന ഇന്ന് രാത്രി ദൈവത്തിന്റെ ഗ്ലോറി ചില കുടുംബങ്ങളെ ഇന്ന് രാത്രി ഇറങ്ങുമെന്ന് തൊടുക. കാലങ്ങളായിട്ട് പലതും പലതും അടച്ചു വെച്ച ഒരു കോട്ട പോലെ പണിത് ഉയർത്തിയതിനെ ബലഹീനതയുടെ അവസാനമെന്നല്ല പൗലോസ് പറഞ്ഞത്. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. ഏതാ ഈ ശക്തി? സൈന്യത്തിന്റെ ശക്തിയല്ല. സൈന്യത്തിന്റെ ശക്തിയല്ല, ബലമല്ല, അത് ദൈവത്തിന്റെ ആത്മാവിനല്ല. വിശ്വസിക്കുന്ന പറയുന്ന രാത്രി ഒന്നിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്തു. ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം കൊടുത്തു. സൈന്യത്തിന്റെ ശക്തിയല്ല, സൈന്യത്തിന്റെ ശക്തിയല്ല, അത് ദൈവത്തിന്റെ ആത്മാവിനാ. വിശ്വസിച്ച് ഒന്നിച്ച് ദൈവത്തിന്റെ മഹത്വം കൊടുത്തേ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരുമിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ പോവാ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ.